ലൈംഗിക അപവാദ കേസുകളിൽ CPM-നും CPM-ന്റെ സർക്കാരിനും ഇരട്ട നീതി അല്ലെങ്കിൽ രണ്ട് സമീപനമാണ് എന്ന് തെളിയിക്കുന്ന ഏറ്റവും പുതിയ സംഭവമാണ് ചലച്ചിത്ര സംവിധായകനായ PT കുഞ്ഞുമുഹമ്മദിനെതിരായിട്ട് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന കേസ്. CPM-ന്റെ ഒരു പ്രമുഖ നേതാവാണ് PT കുഞ്ഞുമുഹമ്മദ്. സാംസ്കാരിക രംഗത്ത് വളരെ തലയെടുപ്പോടുകൂടി നിൽക്കുന്ന ഒരു ആള്. അദ്ദേഹം ചലച്ചിത്ര സംവിധായകനാണ്. മഗ്രീബ്, ഗർഷോം, വീരപുത്രൻ, പരദേശി മുതലായ സിനിമകൾ അദ്ദേഹം സംവിധാനം ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ശ്രദ്ധിക്കപ്പെട്ട സിനിമകളാണ്. അത് മാത്രമല്ല 1994 ഗുരുവായൂരിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ അദ്ദേഹം CPM-ന്റെ സ്ഥാനാർത്ഥിയായി, സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ചു, ജയിച്ചു. പിന്നീട് 96 നടന്ന പൊതു തെരഞ്ഞെടുപ്പിലും അദ്ദേഹം ഗുരുവായൂരിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടു. അത് മാത്രമല്ല അദ്ദേഹം കൈരളി TVയുടെ CPM-ന്റെ ഔദ്യോഗിക ചാനലായ കൈരളി TVയുടെ ഒരു അവതാരകനുമായിരുന്നു. ഈ ആഴ്ച തിരുവനന്തപുരത്ത് ആരംഭിക്കുന്ന രാഷ്ട്രാന്തരീയ ചലച്ചിത്രോത്സവത്തിന് മലയാള ചിത്രങ്ങളെ തിരഞ്ഞെടുക്കുന്ന ജൂറിയുടെ തലവനായിരുന്നു PT കുഞ്ഞുമുഹമ്മദ്. സാധാരണഗതിയിൽ ഇത്തരം ജൂറികളിലൊക്കെ CPM-നോട് അനുഭാവമുള്ള അല്ലെങ്കിൽ CPM-ന്റെ സഹയാത്രികരെ അല്ലെങ്കിൽ CPM-ന്റെ ഹാർഡ് കോർ അംഗങ്ങളെ മാത്രമാണ് തിരഞ്ഞെടുക്കുക. അങ്ങനെയാണ് ഈ ജൂറിയുടെ തലവനായിട്ട് PT കുഞ്ഞുമുഹമ്മദ് വരുന്നത്. 2 ആഴ്ചകൾക്ക് മുമ്പ് അതുമായി ബന്ധപ്പെട്ട ഒരു പരിപാടിക്കിടെ തിരുവനന്തപുരത്തെ ഒരു ഹോട്ടലിൽ വെച്ച് തന്നെ അപമാനിച്ചു, ലൈംഗികമായി അപമാനിച്ചു എന്ന് പരാതി പറഞ്ഞുകൊണ്ട് ഒരു ചലച്ചിത്ര പ്രവർത്തക, ആരാണെന്ന് നമുക്കറിഞ്ഞുകൂടാ, അവര് മുഖ്യമന്ത്രി പിണറായി വിജയന് പരാതി നേരിട്ട് മുഖ്യമന്ത്രിക്ക് നൽകുകയായിരുന്നു. അല്ലാതെ പോലീസ് സ്റ്റേഷനിലൊന്നും പരാതിപ്പെടുകയല്ല ചെയ്തത്. നേരിട്ട് മുഖ്യമന്ത്രിക്ക് തന്നെ പരാതി നൽകി. അതാണല്ലോ ഇപ്പോഴത്തെ ഒരു ഫാഷൻ. അതായത് ഇത്തരം കേസുകൾ ഉണ്ടായാൽ മുഖ്യമന്ത്രിക്ക് നേരിട്ട് പരാതി കൊടുത്താൽ പെട്ടെന്ന് നടപടി ഉണ്ടാവും. അതാണ് പലരും ധരിച്ചു വച്ചിരിക്കുന്നത്. അങ്ങനെയാണ് പലരും ചിന്തിക്കുന്നത്. അതുകൊണ്ടാവാം ഈ ചലച്ചിത്ര പ്രവർത്തക മുഖ്യമന്ത്രിക്ക് തന്നെ പരാതി കൊടുത്തത്. മുഖ്യമന്ത്രി അത് കന്റോൺമെന്റ് സ്റ്റേഷനിലേക്ക് അയച്ചു അന്വേഷിക്കാൻ വേണ്ടി. കന്റോൺമെന്റ് സ്റ്റേഷൻ സെക്രട്ടേറിയറ്റിനോട് ചേർന്ന് നിൽക്കുന്ന പോലീസ് സ്റ്റേഷൻ. പക്ഷെ സംഭവിച്ചെന്താണ്? 2 ആഴ്ച മുമ്പ് നൽകിയ പരാതി. പക്ഷെ അതിനുമേൽ നടപടിയാവുന്നത് അല്ലെങ്കിൽ കേസ് എടുക്കുന്നത് ഇന്നലെയാണ്. 2 ആഴ്ച കന്റോൺമെന്റ് പോലീസ് അതിന്മേൽ അടയിരുന്നു. അതിനെപ്പറ്റി അന്വേഷിക്കുമ്പോൾ മനസ്സിലാകുന്നത് തൽക്കാലം ഈ കേസിൽ, ഈ പരാതിയിൽ നടപടികളൊന്നും വേണ്ട, അല്ലെങ്കിൽ കേസ് എടുക്കേണ്ട കാര്യമില്ല, വെച്ചു താമസിപ്പിക്കാനാണ് ഉയരങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ മുകളിൽ നിന്ന് കിട്ടിയ നിർദ്ദേശം എന്നാണ് മനസ്സിലാക്കുന്നത്. സ്വാഭാവികമായിട്ട് അങ്ങനെ ഒരു നിർദ്ദേശം വന്നാൽ മുകളിൽ നിന്ന്, നമുക്കറിയാമല്ലോ ഈ മുകൾ എന്ന് പറയുന്നത് ആരാണെന്ന്, അത്തരത്തിലൊരു ആവശ്യം അല്ലെങ്കിൽ അഭിപ്രായം അല്ലെങ്കിൽ നിർദ്ദേശം വന്നു കഴിഞ്ഞാൽ പോലീസ് അത് അനുസരിക്കും. പോലീസ് അത് അനുസരിച്ചേ മതിയാവും. പക്ഷേ ഇന്നലെ ചില സമ്മർദ്ദങ്ങൾ ഉണ്ടായിട്ടുണ്ടാവണം. അതായത് അത്തരത്തിലുള്ള ഒത്തിരി സംഭവവികാസങ്ങൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതാവാൻ കാരണം ഇന്നലെ പോലീസ് PT കുഞ്ഞുമുഹമ്മദിനെതിരായിട്ട് ഒരു കേസ് ചാർജ് ചെയ്തു. എന്തുകൊണ്ടാണ് ഈ കേസ് രജിസ്റ്റർ ചെയ്യുന്നതിന് ഇത്രയും കാലതാമസം ഉണ്ടായത്? ഈ പരാതിക്കാരുടെ മൊഴിയെടുക്കുക, അതുപോലെ സംഭവം നടന്ന ഹോട്ടലിൽ അവിടെ അന്വേഷണം നടക്കുക, അവിടുത്തെ CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുക മുതലായ പ്രാഥമിക കാര്യങ്ങൾ, ഈ കേസുമായി ബന്ധപ്പെട്ട പ്രാഥമിക കാര്യങ്ങൾ ചെയ്യുന്നതിന് എന്തുകൊണ്ട് 2 ആഴ്ച എടുത്തു എന്നുള്ള ചോദ്യമാണ് ഉയരുന്നത്. ഈ സർക്കാരിന് ഒരു പ്രത്യേകത ഉണ്ട്. അവർ സ്ത്രീകളോടൊപ്പം നിൽക്കുന്ന ഒരു ഗവൺമെന്റാ. സ്ത്രീ പ്രശ്നങ്ങളുടെ, അവരുടെ കാര്യങ്ങളിൽ ഏറ്റവും ശുഷ്കാന്തിയോടെ പ്രവർത്തിക്കുന്ന സർക്കാരാണെന്നാണ് പിണറായി വിജയൻ തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുള്ളത്. സ്ത്രീ സുരക്ഷയുടെ കാര്യത്തിൽ കേരളം ഒന്നാമതാണെന്നൊക്കെ വീമ്പ് പറയുന്നുണ്ട്. അങ്ങനെ ഒരു സർക്കാർ, ആ സർക്കാരിന്റെ മുഖ്യമന്ത്രിയുടെ കയ്യിൽ വന്ന ഒരു പരാതി, അതിന്മേൽ നടപടിയെടുക്കുന്നതിനാണ് ഇത്രയും കാലതാമസം ഉണ്ടായത്. അതെന്തുകൊണ്ടാണ്? അതാണ് ഈ പ്രശ്നത്തെ ഒരു പ്രധാന ചോദ്യം എന്ന് പറയുന്നത്. അതിന്റെ കാരണം വ്യക്തമാണ്. അതാണ് നേരത്തെ പറഞ്ഞ ഇരട്ട നീതി അല്ലെങ്കിൽ 2 സമീപനം. പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ആള് CPM ആണെങ്കിൽ, അല്ലെങ്കിൽ ഇടതുപക്ഷമാണെങ്കിൽ, അല്ലെങ്കിൽ സർക്കാരിനോട് അനുഭാവം പുലർത്തുന്ന ആളാണെങ്കിൽ നടപടികൾ അത്ര വേഗത്തിൽ വേണ്ട. വളരെ ആലോചിച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിച്ച് അതിന്റെ ഒരു മട്ടും മാതിരിയും അനുസരിച്ച് ചെയ്താൽ മതി. അതാണ് ഇപ്പോഴത്തെ ഈ നിയമം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അദ്ദേഹം ഒരു കോൺഗ്രസ്സുകാരനാണെങ്കിലോ, അല്ലെങ്കിൽ UDF ആണെങ്കിലോ, ഇനി BJP ആണെങ്കിലോ നടപടി ഉടൻ നടപടികൾ ഉണ്ടാവും. കേസ് ചാർജ് ചെയ്യും, അറസ്റ്റ് ചെയ്യാനുള്ള ശ്രമങ്ങൾ നടക്കും. പക്ഷെ പ്രതിസ്ഥാനത്ത് ഒരു CPM കാരനാണെങ്കിൽ അത്തരത്തിലുള്ള തിടുക്കമൊന്നും ആരും പ്രതീക്ഷിക്കരുത്, ആ വേഗതയും പ്രതീക്ഷിക്കരുത്. അതാണ് നമ്മുടെ സർക്കാരിന്റെ ഇപ്പോഴത്തെ നയം. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കേരളത്തില് ഇത്തരത്തിലുള്ള ലൈംഗിക അപവാദങ്ങളുടെ, അതിന്റെ അന്വേഷണത്തിന്റെ, അതിലെ പ്രതികളെ അറസ്റ്റ് ചെയ്യാനുള്ള പരക്കം പാച്ചിലിന്റെ ഒക്കെ കഥകളാണ് വളരെ പ്രധാനമായിട്ട് നിൽക്കുന്നത്. ഇന്നലത്തെ ഒരു പകല് മുഴുവൻ കേരളത്തിന്റെ ശ്രദ്ധയാകർഷിച്ച നടിയെ ആക്രമിച്ച കേസ്, അതിന്റെ വിധി ഇന്നലെ ആയിരുന്നല്ലോ.
അതും ഇതുപോലൊരു കേസാണ്. സ്ത്രീകൾക്കെതിരായിട്ടുള്ള ഒരു അതിക്രമവുമായി ബന്ധപ്പെട്ട ഒരു കേസാണ്. ഈ ദിവസങ്ങളിൽ ഏറ്റവും ശ്രദ്ധ ആകർഷിച്ചിരുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ടുള്ള ഒരു കേസാണ്. നേരത്തെ ഒരു ശബ്ദരേഖ വന്നു, അത് ആരുടേതാണെന്ന് വ്യക്തമായിരുന്നില്ല, ആരും അത് ഓൺ ചെയ്തില്ല, അല്ലെങ്കിൽ പരാതിക്കാരി ഉണ്ടായിരുന്നില്ല, പരാതി ഉണ്ടായിരുന്നില്ല. പക്ഷേ ഒരു സുപ്രഭാതത്തിൽ, അതായത് തദ്ദേശഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണം അങ്ങനെ മൂത്തു വരുന്നതിനിടയ്ക്ക് പെട്ടെന്ന് ഒരു പരാതി ഉണ്ടാകുന്നു. ആ പരാതിക്കാരി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നേരിട്ട് എന്ന് അദ്ദേഹത്തിന് അത് സമർപ്പിക്കുകയായിരുന്നു. ഉടനെ തന്നെ ആക്ഷൻ ഉണ്ടായി. ഉടനെ ആക്ഷൻ ഉണ്ടാവണം, അക്കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. സ്ത്രീകൾക്കെതിരായിട്ടുള്ള ഇത്തരം അതിക്രമങ്ങളെ കുറിച്ച് ഒരു പരാതി വന്നാൽ ഉടൻ അന്വേഷണം നടത്തണം, അക്കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട, അതിൽ അഭിപ്രായ വ്യത്യാസമില്ല. അങ്ങനെയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ടുള്ള ഒരു കേസ് അപ്പൊ തന്നെ DGPക്ക് അയക്കുന്നു. DGP ഉടനെ തന്നെ ആക്ഷൻ എടുക്കാനായിട്ട് പറയുന്നു. നിമിഷങ്ങൾക്കുള്ളിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ട് ഒരു കേസ് ചാർജ് ചെയ്യുന്നു. രാഹുൽ ആവട്ടെ മുൻകൂർ ജാമ്യത്തിന് അപേക്ഷിക്കുന്നു തിരുവനന്തപുരം സെഷൻസ് കോടതിയിൽ. സാധാരണഗതിയിലെ പ്രതിസ്ഥാനത്തുള്ള ഒരാൾ മുൻകൂർ ജാമ്യത്തിന് അപേക്ഷിച്ചാൽ അതിന്മേലൊരു തീരുമാനം ഉണ്ടാകുന്നത് വരെ പോലീസ് അല്പം സംയമനം പാലിക്കും. അങ്ങനെ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷെ അത്തരത്തിലൊരു കേസ് വന്നാൽ അതിന്റെ വിധി എന്താണ്, കോടതി എന്ത് പറയുന്നു എന്ന് അറിയാൻ വേണ്ടി അല്പം താമസിക്കുന്ന അല്ലെങ്കിൽ അല്പം വെയിറ്റ് ചെയ്യുന്ന ഒരു പതിവുണ്ട്. പക്ഷെ അപ്പുറത്ത് പ്രതി കോൺഗ്രസ്സുകാരനായിരുന്നല്ലോ, രാഹുൽ മാങ്കൂട്ടത്തിലാണല്ലോ. അപ്പൊ എന്താ ഉണ്ടായത്? പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു തിക്കും തിരക്കുമായിരുന്നു, പരക്കപ്പാച്ചിലായിരുന്നു. കേരളം മുഴുവൻ പോലീസ് അരിച്ചു പറക്കി, തമിഴ്നാട്ടിൽ എവിടെയൊക്കെയോ പോയി, അത് കഴിഞ്ഞ് ബംഗളൂരുവിലെത്തി. ബംഗളൂരുവിലെത്തി കണ്ടു, ഇതാ പിടിച്ചു എന്നൊക്കെ പറഞ്ഞതാണ്. പക്ഷെ അവിടെ ചെന്നപ്പോഴത്തേക്ക് ആട് കിടന്നെടുത്ത് ഒരു പൂട പോലും ഇല്ല എന്ന മട്ടിലായിരുന്നു കാര്യങ്ങൾ. അവിടെ രാഹുൽ മാങ്കൂട്ടത്തില് ഉണ്ടായിരുന്നില്ല. ആ കേസും അതിന്റെ മുൻകൂർ ജാമ്യ ഹർജിയും ഒക്കെ അങ്ങനെ പുരോഗമിക്കുന്നതിനിടയിലാണ് രണ്ടാമതൊരു പരാതി ഉണ്ടാവുന്നത്. അതിലെ പരാതിക്കാരി ബാംഗ്ലൂരിലുള്ള ഒരു പെൺകുട്ടിയാണ്. ആ കുട്ടി നാട്ടിലെത്തിയപ്പോ അവിടെ വെച്ച് രാഹുൽ മാങ്കൂട്ടത്തില് അവരെ കാണുന്നു. അവരെ നഗരത്തിൽ നിന്ന് അകലെയുള്ള ഒരു ഹോം സ്റ്റേയിലേക്ക് കൊണ്ടുപോകുന്നു. പരാതിക്കാരി രാഹുൽ മാങ്കൂട്ടത്തിലിനെ വിശ്വസിച്ച് അയാളുടെ കൂടെ പോകുന്നു. അവിടെ വെച്ച് മാങ്കൂട്ടത്തിൽ ആ പെൺകുട്ടിയെ ക്രൂരമായി ബലാത്സംഗം ചെയ്തു എന്നാണ് പരാതി. പക്ഷെ ഈ പരാതി KPCC പ്രസിഡന്റിനാ വന്നത്. നേരത്തെയുള്ള പരാതി മുഖ്യമന്ത്രിക്കാ പോയത്. ഇത്തവണ KPCC പ്രസിഡന്റ് അദ്ദേഹം അത് വെച്ച് താമസിപ്പിച്ചില്ല. ഉടനെ തന്നെ DGPക്ക് അയച്ചു. DGP ഉടനെ തന്നെ ആക്ഷൻ എടുത്തു. ഈ പരാതിക്കാരുടെ പേരൊന്നുമില്ല കേട്ടോ, അത്തരത്തിലുള്ള വ്യക്തമായ വിവരങ്ങളൊന്നും അതിനകത്തില്ല. അപ്പൊ തന്നെ നടപടിയെടുത്തു. ഇതിനിടയ്ക്ക് രാഹുൽ മാങ്കൂട്ടത്തിന് ഹൈക്കോടതി മുൻകൂർ ജാമ്യം നൽകിയില്ലെങ്കിലും അറസ്റ്റ് തടഞ്ഞു. അതായത് ഈ തെരഞ്ഞെടുപ്പ് കഴിയുന്ന വരേക്ക് അയാളുടെ അറസ്റ്റ് തടഞ്ഞു ഹൈക്കോടതി. അപ്പോഴ് ഒരു ചെറിയ സംഭ്രാന്തി ഈ പോലീസിനുണ്ടായി, അല്ലെങ്കിൽ സർക്കാരിനുണ്ടായി, ഒരല്പം പരിഭ്രമം ഉണ്ടായി. അപ്പോഴേക്ക് രാഹുൽ മാങ്കൂട്ടത്തില് ഇവിടെ തിരുവനന്തപുരത്ത് സെഷൻസ് കോടതിയിൽ ഈ രണ്ടാമത്തെ കേസിൽ മുൻകൂർ ജാമ്യത്തിന് അപേക്ഷിച്ചുകൊണ്ടൊരു ഹർജി നൽകിയിരുന്നു. ഇനി ഈ കേസിലെങ്ങാണ്ട് രാഹുൽ മാങ്കൂട്ടത്തിന് മുൻകൂർ ജാമ്യം നൽകിയാലോ, അതായിരുന്നു ഒരു പേടി. സത്യം പറഞ്ഞാൽ അതിനകത്ത് പരാതിക്കാരുടെ പേരും വിവരങ്ങളൊന്നും ഇല്ലെന്നേ. അതുകൊണ്ട് ചിലപ്പോൾ ജാമ്യം കിട്ടാം, മുൻകൂർ ജാമ്യം കിട്ടാം. അതുപോലെ തന്നെ ഈ പരാതിക്കാരുടെ മൊഴിയൊന്നുമില്ല. അവര് ഇമെയിലില് KPCC പ്രസിഡന്റ് അയച്ച ഒരു പരാതി മാത്രമാണ് ഉള്ളത്. അപ്പോഴത്തേക്ക് എന്ത് ചെയ്തു? AIG പൂങ്കുഴലി എന്ന് പറയുന്ന ഒരു പോലീസ് ഓഫീസറെ, വനിതാ ഓഫീസറാ, പെട്ടെന്ന് ബാംഗ്ലൂരിലേക്ക് അയക്കുന്നു. അവിടെ ഈ പെൺകുട്ടിയെ കണ്ടെത്തുന്നു. 4 മണിക്കൂർ അവരുടെ മൊഴിയെടുക്കുന്നു. ഇന്നലെ ആയിരുന്നു ഈ ജാമ്യ ഹർജി സെഷൻസ് കോടതി കേൾക്കേണ്ടിയിരുന്നത്. അതിനു മുമ്പായിട്ട് വളരെ പെട്ടെന്ന് തന്നെ ഈ മൊഴി, അതായത് ബാംഗ്ലൂരിലെ പെൺകുട്ടിയുടെ മൊഴി സെഷൻസ് കോടതിയിൽ എത്തിക്കുന്നു. എന്തൊരു സ്പീഡാണ്, എന്തൊരു വേഗതയാണ്! നീതി നടപ്പാക്കുന്നതിൽ ഈ സർക്കാരിന്റെ ശുഷ്കാന്തി എത്രത്തോളമാണ്! അതാണ് ഈ സംഭവങ്ങളൊക്കെ വെളിപ്പെടുത്തുന്നത്. പക്ഷെ PT കുഞ്ഞുമുഹമ്മദിനെതിരായിട്ട് പരാതി വരുമ്പോൾ അവിടെ ഈ വേഗത നമ്മൾ കാണുന്നില്ല, ഈ ശുഷ്കാന്തി ഇല്ല, സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടിയുള്ള ആക്രാന്തമില്ല. എന്തുകൊണ്ടാണത്? അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്, CPM-നൊരു നീതി, CPM അല്ലാത്തവർക്ക് മറ്റൊരു നീതി. കേസുകളിൽ മാത്രമല്ല നമ്മൾ ഈ ശുഷ്കാന്തി കാണുന്നത്. നേരത്തെ പറവൂരുകാരിയായ ഒരു പെൺകുട്ടി, അവർ നടിയാണെന്നാണ് പറയുന്നത്, ഏത് സിനിമയിലാണ് അഭിനയിച്ചത് എന്നുള്ളത് അത്ര വ്യക്തമല്ല. ഏതായാലും യുവനടി എന്നാണ് എല്ലാവരും അവരെ പറയുന്നത്. അവരുടെ വീടിന് മുമ്പിൽ ആരോ ചെയ്യുന്നതെന്ന് എന്തോ ഒച്ച ഉണ്ടാക്കി, എന്തോ വർത്താനം പറയോ, ഉച്ചത്തിൽ സംസാരിക്കുകയോ എന്തോ ചെയ്തു, ഭീഷണിപ്പെടുത്തിയെന്നാണ് ഈ പെൺകുട്ടിയും പെൺകുട്ടിയുടെ പിതാവും പറയുന്നത്. ഉടനെ തന്നെ പോലീസിൽ പരാതി കൊടുത്തു, അപ്പൊ തന്നെ കേസ് കൊടുത്തു. അതിനൊന്നും ഒരു താമസവും ഇല്ലെന്നേ. അപ്പോഴപ്പോഴാ ഒരു കേസ് കിട്ടിയാൽ മതി, പരാതി പോലീസിന് മുമ്പിൽ എത്തിയ ഉടനെ ആ കാര്യത്തിൽ പോലീസ് നടപടി എടുത്തിരിക്കും. പക്ഷേ നമ്മുടെ PT കുഞ്ഞുമുഹമ്മദിന്റെ കാര്യത്തിൽ ഇതൊന്നും ആരും പ്രതീക്ഷിക്കരുത്. എന്തുകൊണ്ടായിരിക്കാം ഈ CPM-കാര് പ്രതിയായ കേസുകളിൽ നടപടികൾ വൈകുന്നത്? ഒരുപക്ഷെ
ഇത്തരം കേസുകളിൽ, ലൈംഗിക ആരോപണ കേസുകളിൽ കുറ്റം തീവ്രതയുള്ളതാണോ, തീവ്രത കുറഞ്ഞതാണോ, അതിതീവ്രമാണോ എന്നൊക്കെ പരിശോധിച്ചിട്ടാണ് CPM ഇക്കാര്യത്തിൽ ഒരു നിലപാടെടുക്കുന്നത്. AK സെന്ററിലും ജില്ലാ ഓഫീസുകളിലും ഒക്കെ ഇത് അളക്കാനുള്ള യന്ത്രം ഉണ്ടെന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. ശരിയാണോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാം. ഒരുപക്ഷെ ഈ കേസ്, PT കുഞ്ഞമ്മദിന്റെ കേസ്, അദ്ദേഹം തൃശ്ശൂരുകാരനാണല്ലോ, ഗുരുവായൂരുകാരനാണല്ലോ, ഈ തൃശ്ശൂർ ജില്ലാ കമ്മിറ്റിയിലെ യന്ത്രത്തിൽ പരിശോധിച്ചു കാണും. അത് കഴിഞ്ഞിട്ട് ഇവിടെ AK സെന്ററിൽ പരിശോധിക്കണം. അപ്പീൽ കോടതി ഇവിടെയാണല്ലോ. ഇവിടെ പരിശോധിച്ചിട്ട് തീവ്രത ഉണ്ടെന്നോ, അതിതീവ്രമാണെന്നോ, തീവ്രത കുറഞ്ഞതാണെന്നോ എന്നൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ടാവും. അതിനുശേഷമായിരിക്കാം ഒരുപക്ഷെ ഈ കേസ് ചാർജ് ചെയ്യാൻ തീരുമാനിക്കുന്നത്. അപ്പൊ അതിന്റെ പരിശോധനാ ഫലം എന്താണെന്ന് നമുക്കറിഞ്ഞുകൂടാ. അത്തരം വിവരങ്ങളൊന്നും CPM പുറത്തേക്ക് വിടാറില്ല. അത് നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്. ഏതാണ്ട് അല്പം തീവ്രതയുണ്ടെന്നാണ് ഇപ്പോൾ കേസ് എടുത്തതിൽ നിന്ന് മനസ്സിലാകുന്നത്. അതായത് ജാമ്യം കിട്ടാത്ത വകുപ്പുകളാണ് PT കുഞ്ഞുമുഹമ്മദിനെതിരായിട്ട് ചുമത്തിയിരിക്കുന്നത്. അതുകൊണ്ട് അല്പസ്വല്പം തീവ്രതയുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇതിപ്പോ PT കുഞ്ഞുമുഹമ്മദിന്റെ കാര്യത്തിൽ മാത്രമല്ല, CPM-ൽ നിന്നുള്ള പല നേതാക്കളും പ്രതികളായിട്ടുള്ള, ആരോപണ വിധേയരായിട്ടുള്ള കേസുകളില് ഈ അലംഭാവം നമുക്ക് കാണാം. അല്ലെങ്കിൽ ഈ കാലവിളംബം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ശശി, PK ശശി, അതുപോലെ തന്നെ നടൻ മുകേഷിനെതിരായിട്ട് കേസ് പോലും ഉണ്ട്. പക്ഷേ CPM-കാർ പറയുന്നത്, അതിന് CPM-ൽ ഒരു വനിതാ നേതാവ് കഴിഞ്ഞ ദിവസം വളരെ സന്തോഷത്തോടെ പറയുന്നത് കേട്ടു, മുകേഷിനെതിരായിട്ടുള്ള കേസ് ഞങ്ങൾ പരിശോധിച്ചു, അത് വളരെ തീവ്രത കുറഞ്ഞതാണ് എന്ന്. എന്തായാലും കേസുണ്ട്, ഇതുവരെ നടപടി എടുത്തിട്ടില്ല. അദ്ദേഹം MLA ആയിട്ട് നിയമസഭയിൽ തുടരുകയാണ്. നിയമസഭാംഗം എന്ന നിലയിലുള്ള ജോലികളൊക്കെ ചെയ്യുന്നുണ്ട്. അതുപോലെയാണ് ഗോപി കോട്ടമുറിക്കൽ. ഇവർക്കൊക്കെ എതിരെ എന്തെങ്കിലും നടപടി എടുത്തോ പാർട്ടി? ഒരുപക്ഷെ തീവ്രത അളന്ന് കാണും. അതിന്റെ ഏറ്റക്കുറച്ചിലനുസരിച്ചായിരിക്കാം ഇവരിൽ പലർക്കും വലിയ വലിയ ഉത്തരവാദിത്തങ്ങൾ, അധികാരമുള്ള പദവികൾ നൽകുകയാണ് ചെയ്തത്, അധികാരത്തിന്റെ ഭാഗമാക്കുകയാണ് ചെയ്തത്. ഇവർക്കൊക്കെ എതിരെ പരാതി കൊടുത്ത പാർട്ടിക്കാർ തന്നെയാ, പാർട്ടി ബന്ധുക്കളാ, പാർട്ടിയിലെ ചില നേതാക്കളുടെ അടുത്ത ബന്ധുക്കളാണ്. ഒരുപക്ഷെ പാർട്ടിയുടെ സ്വാധീനം അല്ലെങ്കിൽ അധികാര കൈ ഉപയോഗിച്ച് ഇവരെയൊക്കെ നിശബ്ദരാക്കിയിട്ടുണ്ടാവും, ഇവരെയൊക്കെ അമർച്ച ചെയ്തിട്ടുണ്ടാവും. ഇതൊന്നും പുറത്തേക്ക് വരുന്നില്ല, പാർട്ടി തന്നെ അങ്ങ് തീരുമാനിക്കുക. അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ PT കുഞ്ഞുമുഹമ്മദ് അദ്ദേഹം ഒരു സുഹൃത്താണ്, ദീർഘകാലമായിട്ട് നിയമസഭാംഗം എന്ന നിലയിൽ, ചലച്ചിത്ര സംവിധായകൻ എന്ന നിലയിലൊക്കെ അറിയാവുന്ന ആളാണ്. അദ്ദേഹം ഈ പരാതിയിൽ പറയുന്ന കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു അറിവുമില്ല. അത് ശരിയാവാം, തെറ്റാവാം. പക്ഷേ അദ്ദേഹത്തിനെതിരായിട്ട് പരാതിയുണ്ട്. ആ പരാതി നൽകിയിരിക്കുന്നത് ഒരു ചലച്ചിത്ര പ്രവർത്തക തന്നെയാണ്. ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹം ചെയർമാനായി ജൂറിയിൽ അംഗമായിരുന്ന ആണെന്നാണ്. അക്കാര്യത്തിൽ ഇതുവരെ ഒരു വ്യക്തത അല്ലെങ്കിൽ ഉറപ്പ് കൈവന്നിട്ടില്ല. എന്താണെങ്കിലും ഈ ചലച്ചിത്രോത്സവവുമായി ബന്ധപ്പെട്ട ഒരാളാണ്. അതിന്റെ അർത്ഥം എന്തുവാ? CPM-ആയിട്ട് നല്ല ബന്ധമുള്ള ആളായിരിക്കണം. കാരണം അത്തരത്തിലുള്ളവരെ മാത്രമേ ഈ ചലച്ചിത്രോത്സവത്തിന്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ സഹകരിപ്പിക്കാറുള്ളൂ, എന്തെങ്കിലും പങ്കു കൊടുക്കാറുള്ളൂ. അല്ലാത്തവരെ ബഹുഘാതം ദൂരെ നിർത്തുകയാണ് CPM-ന്റെ സ്ഥിരമായ ഏർപ്പാട്. അപ്പോ ഒരു CPM-ന്റെ നേതാവിനെതിരെ ഒരു CPM-ന്റെ അനുഭാവി തന്നെയാണ് പരാതി നൽകിയിരിക്കുന്നത്, യാതൊരു സംശയമില്ല. എന്നിട്ടും നടപടികൾ വൈകി. അതാണ് കേരളം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ സർക്കാരിന്റെ അല്ലെങ്കിൽ ഈ സർക്കാരിനെ നയിക്കുന്ന പാർട്ടിയുടെ ഇക്കാര്യത്തിലെ നയം എന്താണെന്ന് നമ്മളൊക്കെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുക. ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിൽ എന്താ സംഭവിച്ചത്? തെരഞ്ഞെടുപ്പ് നടക്കുന്നതിനിടയ്ക്കാണ് ആ പരാതി വരുന്നത്. പിന്നീട് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ നെട്ടോട്ടം ഓടുന്നത് നമ്മൾ കണ്ടു. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാതിരുന്നതാണോ? പ്രതിപക്ഷം, കോൺഗ്രസ് അതാണ് പറയുന്നത്. അവരങ്ങനെ കുറ്റപ്പെടുത്തുന്നുണ്ട്. അതായത് ഈ തെരഞ്ഞെടുപ്പില് 2 ഘട്ട പോളിംഗും കഴിയുന്നത് വരെ ഈ വിഷയം, രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ടുള്ള ഈ ലൈംഗിക ആരോപണ കേസ് അങ്ങനെ കത്തിച്ചു നിർത്താൻ അല്ലെങ്കിൽ മൂപ്പിച്ചു നിർത്താൻ വേണ്ടി അവർ അറസ്റ്റ് ചെയ്യാതിരിക്കുന്നതാണെന്ന് കോൺഗ്രസിനും മറ്റും പരാതിയുണ്ട്. അതോ ഇനി ഈ പോലീസിന്റെ കഴിവുകേടാണോ? നമുക്കറിഞ്ഞുകൂടാ. 12ാം ദിവസമായി ഇന്ന് ആ ചെറുപ്പക്കാരൻ ഒളിവിൽ പോയിട്ട് എല്ലായിടത്തും പരതുന്നുണ്ട്, പക്ഷെ കിട്ടുന്നില്ല. കിട്ടാത്തതാണോ, കിട്ടിയിട്ട് അറസ്റ്റ് ചെയ്യാത്തതാണോ, ഇതൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ഇതെല്ലാം തെരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കാൻ വേണ്ടിയാ ചെയ്തത്. പക്ഷെ നോക്കൂ, വിധിയുടെ ഒരു കളി എന്ന് പറയുന്നത് ഈ തെരഞ്ഞെടുപ്പിലെ ആദ്യഘട്ട പോളിംഗിന് തൊട്ടു തലേന്ന്, 2ാം ഘട്ട പോളിംഗ് നടക്കുന്നതിന് 2-3 ദിവസങ്ങൾക്ക് മുമ്പായിട്ട് CPM-ലെ ഒരു പ്രമുഖ വ്യക്തിക്കെതിരായിട്ടുള്ള സമാനമായ കേസ്, ലൈംഗിക ആരോപണ കേസ്, ഇതാ സമൂഹത്തിന്റെ മുമ്പിലേക്ക് വന്നിരിക്കുന്നു. വിധിയുടെ ഒരു വിളയാട്ടം, അങ്ങനെയാണ് ഇതിനെയൊക്കെ പറയേണ്ടത്. രാഹുൽ മാങ്കൂട്ടത്തിലിനെ അവർ ഉപയോഗിച്ചത് ഒരു വിഷയം എന്ന നിലയിൽ മാത്രമല്ല, അവരെ വേട്ടയാടിക്കൊണ്ടിരുന്ന ശബരിമലയിലെ സ്വർണ്ണ കവർച്ച കേസ്, വിശ്വാസികൾ CPM-നെതിരായിട്ടൊക്കെ തിരിഞ്ഞിരിക്കുക. ശബരിമലയിലെ സ്വർണം കട്ടുകൊണ്ടുപോയ ആളുകൾക്കെതിരായിട്ട് തിരിഞ്ഞിരിക്കുക.
അതിലെ CPM-ന്റെ ഉത്തരവാദിത്വം അവർ നന്നായിട്ട് മനസ്സിലാക്കുന്നുണ്ട്. 2 പ്രമുഖ നേതാക്കളാണ് ഇപ്പോൾ ജയിലിൽ കിടക്കുന്നത്. അത് ജനങ്ങൾക്കറിയാം. അപ്പൊ ആ ഒരു പ്രശ്നത്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കുക മാത്രമല്ല, അതുണ്ടാക്കിയൊരു വലിയ അപകടകരമായ അവസ്ഥയിൽ നിന്ന് കരകയറുന്നതിന് രാഹുൽ മാങ്കൂട്ടത്തിലിന് എതിരായിട്ടുള്ള കേസിനെ ഉപയോഗിക്കുകയായിരുന്നു അവര് ഇതുവരെ ചെയ്തിരുന്നത്. അത് എത്രത്തോളം വിജയിച്ചിട്ടുണ്ട് എന്നുള്ളത് പറയാൻ പറ്റത്തില്ല. പക്ഷേ നമുക്കറിയാം, രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ വ്യക്തിപരമായ ഒരു വീഴ്ച, അയാൾ കാട്ടിയ കൊള്ളരായ്മകള്, അതിനപ്പുറത്തേക്കാൾ എത്രയോ വലുതാണ് CPM-ന്റെ കാർമ്മികത്വത്തിൽ, അവരുടെ നേതാക്കളുടെ കാർമ്മികത്വത്തിൽ സാക്ഷാൽ ശബരിമല അയ്യപ്പ ഭഗവാന്റെ സ്വർണം കവർച്ച ചെയ്തത്. അത് ജനങ്ങള് മനസ്സിലാക്കുന്നുണ്ട്. ഇതിനിടയ്ക്ക് നമ്മൾ സൂചിപ്പിച്ച മറ്റൊരു കേസുണ്ടല്ലോ, ഒരു നടിക്കെതിരായിട്ടുണ്ടായ ലൈംഗിക അതിക്രമം. അതിന്റെ വിധി ഇന്നലെ ആയിരുന്നല്ലോ. അതിലെ ഒരു പ്രധാനപ്പെട്ട പ്രതി, അല്ലെങ്കിൽ കേരളം ശ്രദ്ധിച്ച പ്രതി ചലച്ചിത്ര നടൻ ദിലീപായിരുന്നല്ലോ. ദിലീപിനെ ഈ കേസിൽ ശിക്ഷിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ അദ്ദേഹം കുറ്റക്കാരനാണെന്ന് കാണുകയാണെങ്കിൽ, അത് ഈ തെരഞ്ഞെടുപ്പിൽ മുതലെടുപ്പിനുള്ള ഒരു വിഷയമായിട്ട് ഉയർത്തിക്കൊണ്ടുവരാൻ CPM തീരുമാനിച്ചിരുന്നതാണ്. അതിന് പറ്റിയ തരത്തിലുള്ള കാപ്സ്യൂളുകൾ തയ്യാറായിരുന്നു. പക്ഷെ മറിച്ചാണ് സംഭവിച്ചത്. കോടതി ദിലീപിനെ കുറ്റവിമുക്തനാക്കി. ആ ഒരു ആഗ്രഹം അവിടെ പൊരിഞ്ഞുപോയി. അത് മാത്രമല്ല, തിരിച്ചടിക്കുകയും ചെയ്തു. ബൂമറാങ്ങായി. ഇപ്പോ ഈ കേസിലെ അതിജീവിതയ്ക്കെതിരെ, അല്ലെങ്കിൽ നടിക്കെതിരെ ഉണ്ടായ അതിക്രമങ്ങളില് അങ്ങേയറ്റം അസംതൃപ്തി ഉണ്ടായിരുന്ന കേരളത്തിലെ ബഹുഭൂരിപക്ഷം ജനങ്ങള് മറിച്ചൊരു വിധിയാണ് പ്രതീക്ഷിച്ചത്. പക്ഷെ അതുണ്ടായില്ല. അതുകൊണ്ട് ഇപ്പോൾ അത് പ്രോസിക്യൂഷന്റെ, അല്ലെങ്കിൽ സർക്കാരിന്റെ ഒരു വീഴ്ചയായിട്ടാണ് കേരളത്തിലെ ഒരു നല്ല ശതമാനം ആളുകൾ കാണുന്നത്. അതിജീവിതയ്ക്ക് നീതി കിട്ടിയില്ല എന്ന് വിശ്വസിക്കുന്നവരാണ് വലിയൊരു വിഭാഗം ആളുകൾ. അതിന്റെ കാരണക്കാരായിട്ട് സർക്കാരിനെ, അല്ലെങ്കിൽ പ്രോസിക്യൂഷനെ കാണുന്നു. പ്രോസിക്യൂഷൻ ഗൂഢാലോചന തെളിയിക്കുന്നതിൽ പരാജയപ്പെട്ടു എന്ന് അവർ മനസ്സിലാക്കുന്നു. അതാണ് പറഞ്ഞത്, ഈ കേസിലെ വിധി CPM-ന്റെ ആഗ്രഹങ്ങൾക്ക് എതിരായി മാറിയിരിക്കുകയാണ്. അതുപോലെ തന്നെ ആരും പ്രതീക്ഷിക്കാതെ ഈ 2 ഘട്ടം തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് മുമ്പായിട്ട് CPM നേതാവിനെതിരായിട്ടുള്ള ഒരു സമാന കേസ് ഉയർന്നു വന്നിരിക്കുന്നു. കൊടുത്താൽ കൊല്ലത്തും കിട്ടും.